Hi friends, നമസ്കാരം. എൻ്റെ പേര് നിംഷ. എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ സ്റ്റോക്ക് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ സ്റ്റോക്ക് തയ്യാറാക്കുന്നത് നോക്കാം. ചിക്കൻ സ്റ്റോക്ക് തയ്യാറാക്കാൻ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഫുൾ ചിക്കൻ്റെ ബോൺസ്, 1 ലിറ്റർ വെള്ളം, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ സവാള, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യമായി 1 ലിറ്റർ വെള്ളം നമുക്ക് കടായിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ഫുൾ ചിക്കൻ്റെ ബോൺസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പോലെ കൂടുതൽ ബോൺസും വളരെ കുറച്ച് മാംസമുള്ള കഷ്ണങ്ങളാണ് എടുക്കേണ്ടത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാൻ പാടില്ല. ഇതിലേക്ക് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച ഒരു ചെറിയ സവാളയും വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച ഒരു ചെറിയ ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഞാനിവിടെ ചെറുതായി ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക്. നമുക്ക് ഈ മിക്സ് ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഏകദേശം ഒരു പകുതിയായിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കണം. ഇപ്പൊ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ചെറുതായിട്ട് തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റിനും കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ടോന്ന്. ചിക്കൻ സ്റ്റോക്ക് ഉപയോഗിച്ച് നമുക്ക് രുചികരമായിട്ടുള്ള ചിക്കൻ സൂപ്പുകൾ തയ്യാറാക്കാം. അതുപോലെ ചിക്കൻ്റെ ഗ്രേവികളും പലതരത്തിലുള്ള ചിക്കൻ ബിരിയാണികളും തയ്യാറാക്കാൻ പറ്റും. അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് അരിച്ചു മാറ്റാം. ഇത് ഏകദേശം പകുതിയോളം വറ്റിയിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറ്റിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ചിക്കൻ സ്റ്റോക്കൊക്കെ തയ്യാറാക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പും കറികളൊക്കെ റെഡിയാക്കി നോക്കുക.